ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു കൊതുക് വലയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ ഇന്ന് സാധനം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. പൊതുവായിട്ട് നിൽക്കാൻ വയ്യ. പിടിച്ചോ. കൊതുക് എന്നൊക്കെ പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര കൊതുകാണ്. എന്തൊരു ശല്യം. അപ്പം ഇനിയെങ്കിലും ഒരു ശമനം ഉണ്ടാവും നോക്കാം. നല്ല ബാഗിലൊക്കെ കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ ഡെലിവറി ചെയ്യുന്ന. കിട്ടുന്നില്ലല്ലോ, നല്ലത് പറയുമ്പോഴത്തേക്ക് കിട്ടുന്നില്ല. ഒരു ബാഗിലിട്ട് പ്ലാസ്റ്റിക്കിൽ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റൂമിലോട്ട് പോയിട്ട് ഓണാക്കി നോക്കാം കേട്ടോ. ഓണാക്കി നോക്കാതെ. അപ്പോൾ ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് മൊത്തം അങ്ങ് തെറിച്ചു പോവുക. കണ്ടോ, കൈ വിട്ട മാലപ്പടക്കം പോലെ. അപ്പോൾ നമുക്കത് അവിടെ റൂം പോയി ബെഡിൻ്റെ അവിടെ തന്നെ ഓപ്പൺ ആക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ. ഇതിപ്പോൾ നമ്മുടെ ബെഡിന് കണക്കാവണമെന്നും അറിയില്ല. എന്തുവാണോ എന്തൊക്കെയോ കാണുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ്. ബാധിച്ചൊന്ന് പിടിച്ച്. അപ്പം നമ്മുടെ ഈ ടെൻ്റൊക്കെ ഇല്ലേ, ടെൻറ്റിൻ്റെ ഒക്കെ ഒരു സൈസ്. ഇപ്പോഴോ ഇതിവിടെ സിബ് വരുന്ന ഭാഗമേ അതാണ്. പിടിക്കാൻ കൂടെ ഇത് എലാസ്റ്റിക് ഉണ്ട് ഗൈസ്, കണ്ടോ. ഇത് എലാസ്റ്റിക് നമ്മുടെ ബെഡിൻ്റെ അടിയിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. അയ്യോ, ക്ഷീണം പിടിച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ ടെൻറ്റ്, കൊതുക് വലയെ കൊണ്ടുള്ള ഒരു ടെൻറ്റ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടാരം റെഡിയായി ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട്? തിരിച്ചു കയറിക്കോ, തിരിച്ചു നോക്കാം. നമ്മുടെ ആ ഒരു റേറ്റിന്
നല്ല അടിപൊളി സാധനം കേട്ടോ. 389 ആണ് റേറ്റ് വരുന്നത്. നല്ല സൂപ്പർ സാധനമാണ്. നമ്മളിതിപ്പോൾ ഫാമിലി ബെഡാണ്, അതിന് കറക്റ്റാണ് കേട്ടോ. 2 സിബുണ്ട് കേട്ടോ. നമുക്ക് പുറത്തുനിന്നും തുറക്കാം അകത്തുനിന്നും തുറക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഭാഗത്ത് സിബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പൊളിയായിട്ടുണ്ട് ഗൈസ്. കൊതുക് വലയുടെ ഉള്ളിലായതുകൊണ്ട് തന്നെ ക്ലിയർ ഇല്ലാത്ത കേട്ടോ. ടാറ്റാ ഉറങ്ങിക്കോ രണ്ടാളും. അയ്യോ ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ആശ്വാസം. എന്താ വെച്ചാൽ ഇപ്പം കറണ്ട് പോയാൽ രാത്രിക്കൊക്കെ ഫാനില്ലാതായാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉറക്കം ഉണ്ടാവില്ല. കൊതുക് ഏത് ഭാഗത്തുനിന്നാണ് വരുന്നതെന്ന് പോലും അറിയില്ല. ഇപ്പം കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പരിധി വരെ നമുക്ക് റൂം അടച്ചിട്ടിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കൊതുകുതിരിയൊന്നും അധികം നമുക്ക് അങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ഡോറും വിൻഡോസൊന്നും പിന്നെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് വയ്ക്കാൻ പറ്റില്ല. ശ്വാസം മുട്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് സമയം വെച്ചാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആദ്യം കൊതുകിൻ്റെ പൂരായിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു പോം വഴിയാണ് നമ്മുടെ കൊതുകിനെ തുരത്താൻ. വേറെ വഴിയൊന്നും നമുക്കില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്. നോക്കിയിട്ട് ഞാനിതിൻ്റെ ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.